എടാ മേനോന് നിന്റെ പേര് കേസാക്കാൻ പറ്റില്ല. നീ ജേക്കബിന്റെ ലീഗൽ സണ്ണാണെന്നേ ഉള്ളൂ, കമ്പനിയുടെ ഓണറൊന്നും അല്ല. നീ ഇനി കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പപ്പയും അമ്മയും അവന് ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കോൺട്രാക്ട് മൊത്തം മാറ്റി ടൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നോട്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും കോടതി സമയം കഴിയും. അടുത്ത 3 ദിവസം പബ്ലിക് ഹോളിഡേയാ. അവന് കാശിന് അത്യാവശ്യമുള്ളതല്ലേ? അതെ. അപ്പോൾ നീ തീരുമാനിക്കുന്ന ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. God bless your family. നിന്റെ ഇടത്തും വലത്തുമായി ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. സോറി. കോൺട്രാക്റ്റൊക്കെ നമുക്ക് വിടാം. പറഞ്ഞ കാശും ചെക്കുകളൊക്കെ തന്നിട്ട് എൻ്റെ അമ്മയുടെ പേരിലുള്ള കേസ് റിലീസ് ചെയ്ത് പോയിക്കോ. അതൊക്കെ ഞാൻ തരാം. പക്ഷെ അമ്മയുടെ പേരുള്ളത് മാത്രമല്ല, പപ്പയുടെ പേരുള്ള കേസും കൂടി റിലീസ് ചെയ്യണം. പക്ഷെ അതിലല്ലോ നമ്മൾ സംസാരിച്ചത്. നമ്മൾ തമ്മിൽ അതിന് സംസാരിച്ചിട്ടില്ലല്ലോ. എപ്പോഴും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കല്ലേ. നമ്മൾ തമ്മിൽ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. കുറേ നാളായിട്ട് ഏതോ ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് നരകിക്കുകയാണ് എൻ്റെ പപ്പ. ഇനി അത് വേണ്ട. നിങ്ങൾക്ക് പണം എത്രത്തോളം ആവശ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പപ്പയുടെ പേരുള്ള കേസ് റിലീസ് ചെയ്യാതെ ഒറ്റ പൈസ ഞാൻ തരില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ് സാർ ഇത്. സത്യമായിട്ടും എനിക്കിപ്പോൾ ഒരു പേടിയും തോന്നല്ല. മിസ്റ്റർ ജേക്കബ് തന്ന ഗ്യാരണ്ടി ചെക്ക്. ഫിലിപ്പങ്ങൾ അഡ്വാൻസ് ചെക്കുകളാണ്. സർ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. മുഴുവൻ കടവും ഞാൻ തന്നു തീർക്കും, പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ. എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതുപോലെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല.